മധ്യവേനൽ അവധി കഴിഞ്ഞ് പുതിയ അധ്യയന വർഷത്തിലേക്ക് എത്തുന്നവരെയും നവാഗതരെയും വരവേൽക്കാൻ വിദ്യാലയങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. കുരുന്നുകളെ സ്വീകരിക്കാൻ വിവിധ വർണ്ണങ്ങളാൽ ഒരുക്കിയ ചുവരുകളാണ് മിക്ക വിദ്യാലയങ്ങളെയും ആകർഷകമാക്കുന്നത്. അഭിന പി ചിറക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓൾഡ് ഈസ് ഗോൾഡ് എന്നത് അക്ഷരാർത്ഥത്തിൽ ഇവിടെ പ്രായോഗികമാണ്. കർഷകനും വീടും പാടവും തുടങ്ങി പഴമയിലേക്ക് തിരികെ എത്തിക്കുന്ന വിധത്തിലുള്ള ചിത്രങ്ങൾ ചാലിച്ച് വിദ്യാർത്ഥികളെ വരവേൽക്കുകയാണ് അധ്യാപകർ. നിറങ്ങളും ബ്രഷും കഥ പറയുന്ന ഇടങ്ങളായിരുന്നു ചുവരുകൾ. കുമ്മായം തേച്ച പ്രതലങ്ങളിൽ ഇരുവരും ചേർന്നൊരുക്കിയ രചനകൾ പലതും ചരിത്രമായിരുന്നു. എന്നാൽ കാലത്തിന്റെ ഒഴുക്കിൽ നിലയില്ലാത്ത കയത്തിൽപ്പെട്ട ഈ ചുവരെഴുത്ത് ഇപ്പോൾ അതിജീവനത്തിന്റെ പാതയിലാണ്. ഫ്ലെക്സുകളുടെ വരവോടെയാണ് ഈ രംഗത്തിന്റെ കഷ്ടകാലം തുടങ്ങിയത്. 30 വർഷത്തിലധികമായി ഈ രംഗത്ത് തുടരുന്ന രാജനെ പോലുള്ള ചുരുക്കം ചിലർ മാത്രമാണ് ഈ തൊഴിലിനെ ചേർത്തു പിടിക്കുന്നത്. ചേട്ടാ, എത്ര വർഷമായി ഇങ്ങനെ ആർട്ട് വർക്ക് തുടങ്ങിയിട്ട്? വർഷം എന്ന് പറഞ്ഞാൽ ഔട്ട്ഡോർ വർക്ക് തുടങ്ങിയിട്ടൊരു 35 കൊല്ലം പോലെയുണ്ട്. പിന്നെ നമ്മൾ സ്കൂൾ വർക്ക് പഠനവും ഡ്രോയിങ് പഠിക്കലും ഒക്കെ ആയിട്ട് കുറച്ച് കാലം അങ്ങനെ പോയി. അങ്ങനെ സ്കൂൾ വർക്കിലേക്ക് ഇറങ്ങി. പിന്നെ തെയ്യത്തിന് വർക്കുണ്ട്, മ്യൂറൽ പെയിൻറ്റിങ് അങ്ങനെയുള്ള വർക്കുകളും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ കൂടുതലും പ്രിൻറ്റിങ്ങിലേക്ക് പോകണമുണ്ട്. ഒക്കെ പ്രിൻറ്റിങ്ങിൽ ആ ടെക്നിക്ക് കൂടുമ്പോൾ പ്രിൻറ്റിലേക്ക് പോകും. അപ്പം ആ ആർട്ട് വർക്കിൻ്റെ മുന്നിലുള്ള ആളുകളൊക്കെ ഔട്ടാകുക. പ്ലാസ്റ്റിക് നിരോധനം വന്നതോടെയാണ് പൊതുയിടങ്ങളിൽ ചുവരെഴുത്തുകൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. അധ്യയന വർഷം ആരംഭിക്കുന്ന സമയത്താണ് ഈ കലാകാരന്മാർക്ക് ഡിമാൻഡ്. നവാഗതരെ വരവേൽക്കാൻ നിറച്ചാർത്തുകളാൽ ചുവരുകൾ വർണ്ണാഭമാക്കുന്നത് ഇവരാണ്. ജോലി സാധ്യത ഏറെയുണ്ടെങ്കിലും പുതിയ കലാകാരന്മാർ ഈ രംഗത്തേക്ക് വരുന്നത് ചുരുക്കമാണ്. പിന്നെ ആർട്ടിസ്റ്റുകൾ പറഞ്ഞാൽ കുറേ ആളുകൾ ഒഴിഞ്ഞു പോവുകയാണ്. കണ്ടിന്യൂ വർക്കില്ലാത്തതുകൊണ്ടേ ഒഴിഞ്ഞു പല ആൾക്കാരും നിർത്തി വേറെ പെയിൻറ്റ് ഹൗസ് പെയിൻറ്റിങ് ആയിട്ട് കുറേ ആൾക്കാർ പോയി. പിന്നെ കുറച്ച് ആൾക്കാർ ഈ മേഖല നിലനിർത്തിക്കൊണ്ടാണ് നിൽക്കണം. പിന്നെ കോഴിക്കോട് നഗരം ചുമരെഴുതാൻ ചുമരുകളില്ലാത്തൊരവസ്ഥയായി. മറ്റേ ആ മേഖല കുറേ ആളുകളുണ്ട്. ചുമരെഴുത്ത് മാത്രം സമ്മേളനം ഇങ്ങനെ വരുമ്പോൾ കുറേ ആർട്ടിസ്റ്റുകൾ എഴുത്തുകാർ മാത്രമുണ്ട്. അപ്പോൾ അവരുടെ വർക്ക് കൂടി ഇല്ലാതായി ഇവിടെ. പിന്നെ കുറച്ച് സ്കൂൾ വർക്കാണുള്ളത്. ഇപ്പോൾ അധികം സ്കൂളുകളും ചെയ്ത് കഴിഞ്ഞ് ഇനി കുറച്ച് സ്കൂളുകളെ ചെയ്യുള്ളൂ. അധ്യയന വർഷം ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. നവാഗതരെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. സജി തറയിലിനോടൊപ്പം അഭിന പി ചിറക്കൽ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.